Hi and welcome to Filmy Talk. All I need to say is the word traffic. This filmmaker needs no further introduction. It is a pleasure to have with us today the renowned filmmaker Sri Rajesh Pillai. മിലിയിൽ നിന്ന് തന്നെ തുടങ്ങാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു ഹീറോയിൻ സെൻട്രിക് സിനിമയാണോ? അതെ, തീർച്ചയായും. എന്താണ് അതിൻ്റെ പ്രമേയം? ശരിക്കും മിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു നമ്മളിവിടെ കേട്ടുള്ള പോലെ തോന്നും. പക്ഷേ നമ്മളെല്ലാവരും ഒരു മിലിയുണ്ട്. കാരണം അത് എന്നിലാണെങ്കിലും താങ്കളാണെങ്കിലും എല്ലാം ലൈഫിൽ ശരിക്കും ഒരു പ്രാവശ്യം പരാജയപ്പെട്ടവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് മിലിയുടെ കഥ ശരിക്കും പറഞ്ഞാൽ. കാരണം എന്നും ആൾക്കാർ വിജയങ്ങൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ വിജയുടെ ഒപ്പമാണ്. പക്ഷേ ഒരിക്കൽ പരാജയപ്പെടുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വേദന എന്താണെന്ന്. കാരണം വിജയങ്ങൾ കൊടുത്തിട്ടുള്ള ആൾക്കാർ അല്ലെ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് വന്നവരുടെ കഥ എടുത്താലും നേരെ മറിച്ചാണെങ്കിലും നമുക്കറിയാം പരാജയപ്പെടുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ആ ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പടം പറയുന്നത്. മാത്രമല്ല ശരിക്കും പരാജയങ്ങളെ ധൈര്യത്തോടെ നേരിടാൻ നമുക്ക് ധൈര്യം നൽകുന്നൊരു മൂവിയായിരിക്കും മിലി. കാരണം പരാജയങ്ങൾക്കപ്പുറം വിജയമുണ്ട്. ശരിക്കും നമ്മൾ ഹിന്ദിയിലൊക്കെ പരിശോധിച്ചിട്ടുണ്ട്, ഡർക്കെ ആകെ ജീത്തേന്ന്. അത് തന്നെയാണ്. കാരണം പരാജയങ്ങളിൽ ഒരിക്കലും സങ്കടപ്പെടേണ്ട. പരാജയങ്ങളെ എന്താണ് പറയുന്നത്, വിജയത്തിൻ്റെ ഒരു മറുവശം, ഒരു നാണയത്തിന് രണ്ട് വശമുള്ള പോലെ തന്നെ പരാജയം ഉണ്ടെങ്കിൽ വിജയം ഉണ്ടാവും. അതിലേക്കുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നത് ഈ പരാജയങ്ങളിൽ നിന്നാവാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ഈ പടത്തിലൂടെ പറയാം. ഇത് സ്വന്തം ലൈഫ് എക്സ്പീരിയൻസസിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണോ? തീർച്ചയായും. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥയിൽ എന്തുകൊണ്ട് നമുക്കൊരു കഥ ഇഷ്ടപ്പെടുന്നു ആദ്യമായി പറഞ്ഞാൽ ശരിക്കും നമ്മളുടെ ലൈഫിൽ വന്ന് പോയിട്ടുള്ള അല്ലെങ്കിൽ വന്ന് കടന്നു പോയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ സിനിമ അല്ലെങ്കിൽ കഥകൾ റിലേറ്റ് ചെയ്യും. തീർച്ചയായും മഹേഷിനോട് ഈ കഥ നരേറ്റ് ചെയ്തപ്പോൾ നമ്മൾ മഹേഷ് ഇത് മറ്റൊരു സമയത്തിന് വേണ്ടിയിട്ടാണ് മഹേഷ് ആദ്യം ഈ കഥ എന്നോട് പറയുന്നത്, ഒന്ന് കേട്ട് നോക്കാൻ വേണ്ടിയിട്ട്. കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു മഹേഷ് ഇത് മറ്റൊരു മുഖം ഞാൻ തയ്യാറല്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ ലൈഫിൽ ഞാൻ കടന്നു പോയിട്ടുള്ളൊരു 10-15 അവസ്ഥകളുണ്ട് ഇതിനകത്ത്. മഹേഷ് ഇത് എൻ്റെ കഥ തന്നെയല്ലേ, നിങ്ങളൊരു പെൺകുട്ടിയാക്കിയെന്നേ ഉള്ളൂ മഹേഷ് പ്ലീസ്. കാരണം ഈ കഥ എനിക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയും, ഇത് എൻ്റെ സ്വന്തം കഥയാണ് എന്ന രീതിയിൽ പറഞ്ഞ് പിന്നെ ഒരുപാട് കിടന്നിട്ടാണ് ശരിക്കും ആ മില്ലി എനിക്ക് ചെയ്യാൻ കിട്ടിയത്. തീർച്ചയായിട്ടും ട്രാഫിക്കിന് ശേഷം ഇത്രയും ടൈം എടുത്തെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ട ചെയ്യുന്നൊരു പടമാണ് മില്ലി. അതിൽ ആസിറ്റ് ഷൂട്ടിങ് ചെയ്തൊരു ഒരു പകുതിയോളം പൂർത്തിയായി, അത് പകുതിക്കുള്ളും. പക്ഷേ അത് ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ വിചാരിച്ച പോലെ വരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി അതിൻ്റെ ജഡ്ജ്മെൻറ്റ് തീരുമാനിക്കേണ്ട പ്രേക്ഷകരാണ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കാമെന്ന ആദ്യത്തെ ചിത്രം അതൊരു ഹിറ്റല്ലായിരുന്നു, ഡിസാസ്റ്റർ ആയിരുന്നു. അതിനുശേഷം വന്ന ട്രാഫിക് ഒരു മെഗാ ഹിറ്റുമായിരുന്നു. അപ്പോൾ അത് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാണ് അത് തരണം ചെയ്തത്? ശരിക്കും നമ്മൾ ഈ മിലി എങ്ങനെയാണോ ഈ സിനിമയിൽ ഈ കാര്യങ്ങളൊക്കെ തരണം ചെയ്യുന്നത് അതുപോലെ തന്നെ അത് പറഞ്ഞ് ഞാൻ മിലിയുടെ സസ്പെൻസ് കളയുന്നില്ല. എങ്കിൽ പോലും ശരിക്കും ഒരു ടഫ് പീരീഡ് തന്നെയായിരുന്നു. കാരണം ഞാനിത് പറയാൻ ഇതൊക്കെ എൻ്റെ എന്താ പറയുന്നത് ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ളെന്നൊരു പറയുന്ന പോലെ ഹൃദയത്തിൽ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. കാരണം പരാജയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അത് ഭീകരമാണ്. കാരണം അത് വലിയൊരു പരാജയമാണെങ്കിൽ നമ്മൾ എത്ര വലിയ പരാജയമാണോ നേരിടുന്നത് അത്രത്തോളം ഭീകരമാണ് ജീവിതത്തിൽ പിന്നെ നമ്മൾ നേരിടേണ്ടി വരുന്ന അവസ്ഥകൾ. കാരണം കഥ കേൾക്കാൻ പോലും കൂട്ടാക്കാത്ത നടന്മാർ, നമ്മളെ കാണുമ്പോൾ നമ്മളൊരു അദൃശ്യനാണെന്നുള്ള രീതിയിൽ പെരുമാറുന്ന നമ്മുടെ ചിരപരിചിതരായ ആൾക്കാർ വീട്ടിൽ വന്ന് എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് സിനിമാക്കാരുടെ മാത്രമാണെങ്കിൽ ഞാനത് അനുഭവിക്കാൻ തയ്യാറായിരുന്നു. കാരണം എനിക്ക് സിനിമയിൽ അത്ര വിശ്വാസമുണ്ട്. പക്ഷേ ഒരു പടം പരാജയപ്പെട്ടപ്പോൾ കുടുംബക്കാരുമായിട്ട് സുഹൃത്തുക്കളായിട്ട് പാടെ അവഗണിക്കാൻ തുടങ്ങി. വീട്ടിൽ കല്യാണം വിളിക്കാൻ വരുന്നവർ കാരണം അച്ഛനെ മാത്രം വിളിക്കുകയും എന്നെയും വൈഫും അവിടെ നിൽക്കുമ്പോൾ അച്ഛനെ മാത്രം വിളിച്ചിട്ട് പോകുന്നൊക്കെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ വളരെ അതും ഏറ്റവും അടുത്ത ബന്ധുക്കൾ അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ഭയങ്കര വേദന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതേ ആൾക്കാർ എന്നെ ട്രാഫിക് ഹിറ്റായ ശേഷം അവരുടെ ഒരു ക്ലബിൻ്റെ ഒരു ഇന്നോഗ്രേഷന് വിളിക്കുകയുണ്ടായി. അപ്പോൾ അത് ലൈഫിൻ്റെ ഒരു 360 ഡിഗ്രി കാണാൻ കഴിഞ്ഞു. അതിൽ സന്തോഷമൊന്നുമില്ല, പക്ഷേ ലൈഫ് ഇത്രയാണ്. കാരണം ഇനിയും ഒരു പരാജയത്തിനും ഒരു വിജയത്തിനും നമ്മളെ സന്തോഷിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ കഴിയുകയില്ല. അതാണ് ഈ രണ്ട് പടങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. ഈ ഇതിൻ്റെ ഇടയിലുള്ള ഇടവേളയിൽ ലൈഫിൽ ഇത്രയും മോശപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം അതെനിക്ക് മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനം നൽകി, ഒരു ഊർജ്ജം നൽകി.
അതിനെ പോസിറ്റീവായി കാണുക. ട്രാഫിക് എന്ന സിനിമ മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ പ്രമേയവും ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്രിഹെൻഷൻസ് എന്തായിരുന്നു? ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമോ? ഇതെങ്ങനെ നോക്കി കാണും? എനിക്കൊന്ന് തന്നെ ഏറ്റവും വലിയ ആ പടം വിജയിച്ചതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ആ പടം ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി എടുത്തതല്ലേ, സത്യം എന്തൊരു പറഞ്ഞാൽ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, എനിക്ക് മാത്രമല്ല തിരക്കഥകൃത്തുക്കളായ ബോബി സഞ്ജയും, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ നമ്മൾ ചെയ്യുന്നതെന്നുള്ള തീരുമാനത്തിൽ നിന്നാണ് ആ സിനിമ പിറവികൊള്ളുന്നത്. നമുക്ക് വളരെ പ്രിയപ്പെട്ട സിനിമ നമ്മൾ ചെയ്യുവാണെങ്കിൽ, അതിനെ 100% ആത്മാർത്ഥത്തോടെ ചെയ്യുവാണെങ്കിൽ പ്രേക്ഷകർ ഏറ്റെടുക്കും. അല്ലെ, ഈ ആൽക്കമിസ്റ്റൊരു ഇതുണ്ട്, ഞങ്ങൾ ശരിക്കും ട്രാഫിക്കിൻ്റെ ആധാരം ആൽക്കമിസ്റ്റാണ്. അതായത് ഒരു പ്രവൃത്തി 100% സിൻസിയറായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ, ഒരു ലക്ഷ്യത്തിന് വേണ്ടി 100% സിൻസിയറായി നമ്മൾ ടോട്ടലി ഡെഡിക്കേറ്റഡ് ചെയ്യുവാണെങ്കിൽ പ്രകൃതി നമ്മളോടൊപ്പം നിൽക്കും. അതിൻ്റെ ഒരു റിസൾട്ടായിരുന്നു ട്രാഫിക്. കാരണം ഈ പടം ഒരു 100 ദിവസം ഓടുന്ന പടമാണെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഈ പടം ഒരു നഷ്ടം ഉണ്ടായിരുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, തീർച്ചയായും. അതിനുള്ള ചില സിനിമാറ്റിക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറഞ്ഞത് പൂർണ്ണമായി കള്ളത്തരായി പോകും. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 100% ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പറയുന്നത്, തീർച്ചയായും അത് തലയുർത്തി തന്നെ പറയാൻ കഴിയും. അതിന് ഓൾമേറ്റി കൂടെ നിന്ന് മിലിയും അതേ ഒരു ഇതിലാണോ? തീർച്ചയായിട്ടും. കാരണം ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും മുമ്പോട്ട് എൻ്റെ ഹിസ്റ്ററിയിൽ അതുണ്ട്, പക്ഷെ അതിൽ നിന്ന് ഞാൻ പാഠങ്ങൾ ഉൾക്കൊണ്ടു. അപ്പോൾ ഇനിയും ഞാൻ ചെയ്യുന്ന ഓരോ പടം അത് ചിലപ്പോൾ ഈ ട്രാഫിക് പോലെ ഹിറ്റാവണമെന്നില്ല, ചിലപ്പോൾ ട്രാഫിക്കിനേക്കാൾ വലിയ ഹിറ്റാവും, അല്ലെങ്കിൽ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പോലൊരു പരാജയമാവാം. പക്ഷേ എനിക്ക് ഒരു ഉറപ്പുണ്ട്, ഇപ്പോൾ അങ്ങനെ വലിയൊരു പരാജയമാവില്ല എന്നുള്ളത്. ആ ഒരു പോസിറ്റീവ് ചിന്താഗതി തന്നെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. മാത്രമല്ല, ഇനി ഞാൻ ചെയ്യുന്ന ഓരോ പടവും ഉറപ്പായിട്ടും എനിക്കൊരു ഉറപ്പ് പറയാൻ കഴിയും, എനിക്കിഷ്ടപ്പെട്ട പടവേ ഞാൻ ചെയ്യുകയുള്ളൂ. അമല പോൾ എന്ന ആക്ട്രസ് ആണല്ലോ ഇതിൽ മിലി എന്ന ക്യാരക്ടർ പോർട്രേ ചെയ്യുന്നത്. പൊതുവേ അമലയെ ഞങ്ങൾ കാണുന്നത് ഒരു വളരെ ബോൾഡ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ബബ്ലി ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരാളായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞൊരു കഥാപാത്രമായിട്ടൊരു അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് അമലയെ ചൂസ് ചെയ്തത് ഈ റോൾ ചെയ്യാൻ? കാരണം സത്യം തെറ്റ് പറഞ്ഞാൽ മിലിയുടെ കഥ എന്നോട് നരേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്നിട്ട് മാഷെ എനിക്ക് തോന്നുന്നു ഇതിനെ പറ്റിയ കാസ്റ്റിംഗ് അമല പോൾ ആണെന്നാണ് ആദ്യമേ അമല തന്നെയാണ് ആ കഥ കേട്ട ഉടൻ തന്നെ. ഒരു പക്ഷേ മൈനയിൽ എനിക്കും അമലയെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അമലയുടെ ഇതേ സിനിമയിൽ മൈനയിലെ ക്യാരക്ടറായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അതിൽ കുറച്ചൊരു ആദ്യമൊരു വില്ലേജ് ആ ഒരു ലെവലുണ്ട്, കുറച്ച് എന്താ പറയുക അത്രയും ബോൾഡല്ല, ഇത്തിരി എന്താ പറയുന്നത് ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ്, ബോൾഡും മോഡേണും അല്ലാത്തത്. അതിൽ അഭിനയമായിരുന്നു ഞാൻ ഇതുവരെ കണക്ക് കൂട്ടുന്നത് അവളുടെ ഏറ്റവും നല്ല അഭിനയമായിട്ട്. പക്ഷെ ഞാൻ തന്നെ അവരോട് പറയുകയുണ്ടായി, അത് ഞാനല്ലെങ്കിൽ പറയേണ്ട പ്രേക്ഷകരാണ്, അവളെ എനിക്ക് തോന്നുന്നത് അതിലും നല്ലൊരു ക്യാരക്ടറാണ് മിലി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവളുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഞാനത് പറഞ്ഞത്. നാളെ പ്രേക്ഷകർ അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. ഓക്കെ. ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഡെവലപ്മെൻറ്റിൽ ഏത് സ്റ്റേജാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? ഒരു പ്രീ പ്രൊഡക്ഷൻ ആണോ അതോ ആക്ച്വൽ ഷൂട്ടിംഗ് ആണോ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ചോദ്യമാണ്, പൊതുവെ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്, ഒരു ഫിലിം മേക്കർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നൊരു ചോദ്യമാണ്. പക്ഷേ സത്യം എന്നിട്ട് പറഞ്ഞാൽ എനിക്ക് ഒരു കഥ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഒരു കഥ കേൾക്കുമ്പോൾ കിട്ടുന്നൊരു കിക്കുണ്ട്, ഇത് കൊളുത്തും അല്ലെ, ഇതാണ് ഞാൻ ചെയ്യേണ്ട പടം എന്ന്. അതായിരിക്കും ഏറ്റവും നല്ല മൊമെൻറ്റ്, ഏറ്റവും സുന്ദരമായ മൊമെൻറ്റ്. അങ്ങനത്തെ ഒരു കഥ, ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള പടമാണ്, ഇത് ഞാൻ ചെയ്യേണ്ട പടമാണ് തോന്നുന്നത്. അതാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നുന്നത്. പിന്നെ അങ്ങോട്ട് അതിൻ്റെ ഒരു സാക്ഷാത്കാരം വരെ ആണ്. കാരണം അത് തിയേറ്ററിലെത്തി പ്രേക്ഷകർ അംഗീകരിക്കുന്നത് ഈ പറഞ്ഞ 3 സ്റ്റേജും കഴിഞ്ഞ് തിയേറ്ററിലെത്തി പ്രേക്ഷകർ അതിനെ അംഗീകരിക്കുകയും പിന്നെ ആൾക്കാർ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് വരെയും അപ്പോഴേ നമ്മുടെ മനസ്സിൽ ഓടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം വിജയങ്ങളാണല്ലോ. അപ്പോൾ ഇപ്പം തന്നെ മിലി ചെയ്യുമ്പോഴും ഞാൻ എല്ലാ ഘട്ടങ്ങളും സത്യം എന്നിട്ട് പ്രീ പ്രൊഡക്ഷൻ, ഷൂട്ടിംഗ്, പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നതാണ്. എല്ലാത്തിനും അതിൻ്റെ സൗന്ദര്യമുണ്ട്. പിന്നെ പ്രേക്ഷകർ അംഗീകരിക്കുകയാണെങ്കിൽ അത് കിട്ടുന്ന പുരസ്കാരങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ ഞാൻ അങ്ങനെയൊന്നും അല്ലെന്ന് പറയുന്നത് കള്ളത്തര. അതുവരെ നമുക്ക് ഭയങ്കര, കാരണം ഇപ്പോൾ ഈ നമ്മൾ തമ്മിലുള്ള ഇൻ്റർവ്യൂവിൽ താങ്കൾ ആദ്യം പറഞ്ഞു ട്രാഫിക്കിനെ പറ്റി പറയുമ്പോഴും ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം അതാണ് അതിൻ്റെ സത്യാവസ്ഥ. കാരണം ഇപ്പോഴും നമ്മൾ ചെയ്തൊരു വർക്കിനെ പറ്റി ഇന്നും ആൾക്കാർ പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ട്രാഫിക്കിൻ്റെ റൈറ്ററായ സഞ്ജയിനോട്, സഞ്ജയ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞും നമ്മുടെ കാലം കഴിഞ്ഞിട്ടും എവിടെയോ ഏതെങ്കിലും ഒരു രാജ്യത്തിരുന്ന് ഏതെങ്കിലും സിനിമയെ ഒരുപാട് പ്രണയിക്കുന്ന 2 ചെറുപ്പക്കാരിരുന്ന് ഒരു കോഫി ടേബിളിന് അപ്പുറം ഇപ്പുറം ഇരുന്ന് പറയണം ആ ട്രാഫിക്കിനെ പറ്റിയല്ല ഏതെങ്കിലും ചെയ്ത വർക്കുകളെ പറ്റിയിട്ട് വേറെ ഏതോ ദേശത്ത് വേറെ ഏതോ ഭാഷയിൽ എങ്കിൽ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം
എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് കഥകൾ കേൾക്കാറുണ്ടല്ലോ, തീംസും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് ഇതാണ് എൻ്റെ കഥ എന്നുള്ളത്? ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്താണ് പറയുന്നത്, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പല കഥകൾ കേൾക്കുമ്പോഴും അത് നമുക്ക് ഈ നമ്മളിപ്പം കേൾക്കുന്ന കഥകൾ ഒരു 80% കേട്ട് തുടങ്ങുമ്പോഴേ അറിയാം ഇത് റെഡിയാവില്ല എന്നുള്ളത്. കാരണം കഥകൾ വളരെ കുറവാണ് വരുന്നത്. കാരണം ഞാനൊരു 100-120 കഥ കേട്ടപ്പോൾ ഒരു 12 കഥ എനിക്ക് ഇത് റെഡിയാവും എന്നല്ലെങ്കിൽ കൊള്ളാം കുഴപ്പമില്ലാന്ന് തോന്നിയത്. ഇത്ര മില്ലിയുടെ കഥ കേട്ട സെക്കൻഡ് ഞാൻ പറഞ്ഞു എനിക്കിത് ചെയ്യണമെന്ന്. മോട്ടോർ സൈക്കിൾ ഡയറീസ് ഞാനൊരു പടം ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ത്രെഡ് കേട്ട ഉടൻ എനിക്ക് ക്ലിക്ക് ചെയ്തു. അതുപോലെ തന്നെ ഗോൾഡ്, ലൂസിഫർ, 2-3 പ്രോജക്റ്റ് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. അത് ഞാൻ പറയട്ടെ, നമ്മുടെ വേ ഓഫ് ഒരു മേക്കിങ്ങിനും പിന്നെ ഞാൻ ഇപ്പം ഓരോ ഫിലിം മേക്കറിന് അയാളുടെ ഒരു സ്റ്റൈലുണ്ടാകും. എനിക്ക് എൻ്റെ പടങ്ങളിൽ ഒരു മെസ്സേജ് ഉണ്ടാകണമെന്നൊരു ആഗ്രഹമുണ്ട്, പോസിറ്റീവ് ആയിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം സിനിമ ആൾക്കാരെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ സിനിമ മോശമായി സ്വാധീനിക്കും, നല്ലതായി സ്വാധീനിക്കും. എനിക്കറിയാം നന്നായി സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു പടം ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റീവ് ഉണ്ടാവണം പ്രേക്ഷകരോട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥ അതുമാത്രമല്ല കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് അതിലുണ്ടാവണം. അല്ല എല്ലാ പ്രായത്തിലുള്ളവർക്കും എല്ലാത്തരം പ്രേക്ഷകർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റുകൾ അതിലുണ്ടാവണം എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇനി മിലിക്ക് ശേഷം എന്താണ് അടുത്ത പ്രോജക്റ്റ്? ലൂസിഫർ ആണോ, മോട്ടോർ സൈക്കിൾ ഡയറീസ് ആണോ? ഇതൊക്കെ നിപ്പുണ്ട്. പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ സോറി, ഞാൻ ഈ വാക്ക് ഒരുപാട് പറയുന്നതെല്ലാം സത്യമാണ്. അതുകൊണ്ട് ഈ കോടതി പറയുന്നത്. പക്ഷേ എന്താണ് ഇപ്പം എൻ്റെ മനസ്സിൽ മിലി മാത്രമേ ഉള്ളൂ. കാരണം വേറെ ഒരുപാട് പടങ്ങൾ പ്ലാനിങ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം 24/7 മിലി മാത്രം. വളരെ സന്തോഷം. സത്യസന്ധമായി പറഞ്ഞാൽ വളരെ സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.